നമസ്കാരം, ഞാൻ അനുപമ. പ്രധാന വാർത്തകൾ. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് കോട്ടയം ജില്ലയിൽ നിന്ന് LDF പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക്. വഴിയിൽ തടഞ്ഞാൽ അവിടെ സമരം തുടങ്ങുമെന്ന് VN വാസവൻ. 5000 CPM പ്രവർത്തകർ യാത്ര തിരിച്ചു. കേന്ദ്രസേനയെ ഇറക്കി സെക്രട്ടേറിയറ്റ് ഉപരോധം തകർക്കാമെന്ന് ഉമ്മൻചാണ്ടി വ്യാമോഹിക്കേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഉപരോധം സമാധാനപരമായിരിക്കും. സോളാർ കേസിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയെന്നും പിണറായി വിജയൻ. എരുമേലി KSRTC സ്റ്റാൻഡിന് മതിയായ സ്ഥലമില്ല. മണ്ഡലകാലത്ത് നൂറുകണക്കിന് വാഹനങ്ങൾ എത്തും. സ്റ്റാൻഡ് വികസിപ്പിക്കണമെന്ന് ആവശ്യം. കോട്ടയം നഗരസഭയുടെ ടോയ്ലറ്റ് പദ്ധതി നടപ്പായില്ല. തിരുനക്കരയിലെ ഏക ടോയ്ലറ്റും പ്രവർത്തനരഹിതം. ലക്ഷങ്ങളുടെ നഷ്ടം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കാൻ കോട്ടയം ജില്ലയിൽ നിന്ന് പുറപ്പെട്ട പ്രവർത്തകർക്ക് ആവേശകരമായ യാത്രയയപ്പ്. മുൻ MLA VN വാസവന്റെ നേതൃത്വത്തിൽ 5000-ഓളം CPM പ്രവർത്തകർ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ 1,00,000 പേരെ അണിനിരത്തി സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഉപരോധ സമരം തിങ്കളാഴ്ച തുടങ്ങും. സമരത്തിൽ പങ്കെടുക്കുന്നതിന് CPMന്റെ നേതൃത്വത്തിൽ മാത്രം 5000-ലധികം പേർ കോട്ടയത്തു നിന്നും യാത്രയായി. മുൻ MLA VN വാസവന്റെ നേതൃത്വത്തിലാണ് ജില്ലയെ പ്രതിനിധീകരിച്ച് പ്രവർത്തകർ ഉപരോധത്തിൽ പങ്കെടുക്കുന്നത്. തങ്ങളെ പോലീസ് വഴിയിൽ തടഞ്ഞാൽ അവിടെ തന്നെ സമരം നടത്തുമെന്ന് VN വാസവൻ പറഞ്ഞു. കേരളീയ സമൂഹത്തിന്റെ പ്രതിഷേധത്തിന്റെ അത്യുജ്വലമായ കൊടുങ്കാറ്റുകൾ തിരുവനന്തപുരത്ത് ആഞ്ഞു വീശി തുടങ്ങിയിരിക്കുന്നു. അത് നാളെ രാവിലെ 10 മണിയാകുമ്പോഴേക്ക് അതിന്റെ പാരമ്യത്തിലേക്ക് അത് എത്തിച്ചേരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പട്ടാളവും പോലീസും ആ ഇരമ്പിയിലാക്കുന്ന ജനതയുടെ കണ്ണനാളങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന്റെ മാറ്റൊലികളിൽ ഒലിച്ചു പോകാനുള്ളതേ ഉണ്ടാവൂ എന്ന കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. കോട്ടയത്തു നിന്നും പോകുന്ന സമരക്കാർക്ക് കോട്ടയം മാമ്മൻ മാപ്പിള ഹാളിൽ യാത്രയയപ്പ് നൽകി. CPM ജില്ലാ സെക്രട്ടറി KJ തോമസ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. VN വാസവന് KJ തോമസ് പതാക കൈമാറി. LDF ജില്ലാ കൺവീനർ VR ഭാസ്കരൻ, MR പ്രഭാകരൻ, PJ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിങ്കളാഴ്ച LDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് പൊൻകുന്നത്തും കാഞ്ഞിരപ്പള്ളിയിലും യാത്രയയപ്പ് നൽകി. സോളാർ വിവാദത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ LDF നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പ്രവർത്തകരെ അണിനിരത്താൻ പൊൻകുന്നത്തും കാഞ്ഞിരപ്പള്ളിയിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. CPM പൊൻകുന്നം ലോക്കൽ മേഖലയിൽ നിന്ന് 40 പ്രവർത്തകർ ഉപരോധത്തിൽ പങ്കെടുക്കും. സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് പൊൻകുന്നത്ത് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ലോക്കൽ സെക്രട്ടറി VG ലാൽ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു അക്രമ സമരത്തിന് വേണ്ടിയിട്ടുള്ള കേളികൊട്ടല്ല. വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഒരു സഹന സമരമാണ്. ഒരക്രമത്തിനും മുതിരാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് LDF സമരരംഗത്തേക്ക് വരുന്നത്. IS രാമേന്ദ്രൻ, MG വിനോദ്, രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി ഏരിയയിൽ നിന്ന് 270 വാളണ്ടിയർമാർ സമരത്തിൽ പങ്കെടുക്കും. ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നൽകിയ യാത്രയയപ്പിൽ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഷാനവാസ്, BP ഇബ്രാഹിം, PK നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. LDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ കേന്ദ്രസേനയെ ഇറക്കി ദുർബലപ്പെടുത്താമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഭാവിയിൽ ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോട്ടയത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഭാഗമായുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒന്നാം പ്രതിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ബാബറി മസ്ജിദ് പൊളിച്ച സംഭവവും LDFന്റെ ഉപരോധവും തമ്മിൽ താരതമ്യം ചെയ്ത ആഭ്യന്തരമന്ത്രിയുടെ നടപടി ഹീനമാണ്. LDFന്റെ സമരത്തിൽ വെപ്രാളം പൂണ്ട മുഖ്യമന്ത്രി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഉപരോധ സമരം സമാധാനപരമായിരിക്കുമെന്നും മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും LDF അറിയിച്ചിരുന്നതാണ്. എന്നാൽ തലസ്ഥാനത്ത് അടിയന്തരാവസ്ഥയേക്കാൾ കടുത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തെ കേന്ദ്രസേനയെ ഇറക്കി ദുർബലപ്പെടുത്താനാവില്ല. സമരത്തെ നിയമവിരുദ്ധമായി അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർ ഭാവിയിൽ ഫലം അനുഭവിക്കുമെന്നും പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി.
ഞങ്ങൾക്ക് അവരോടെല്ലാം ഒന്നേ പറയാനുള്ളൂ, നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്തുകൂടി. നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ, നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ഏത് ഉദ്യോഗസ്ഥനായാലും അയാൾ ഭാവിയിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് പുറപ്പെട്ടാൽ മതി. കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നടന്ന സെമിനാറിൽ മുൻ മന്ത്രി പി.കെ. ശ്രീമതി അധ്യക്ഷയായിരുന്നു. ചലച്ചിത്ര നടി KPSC ലളിത, ഗായിക P.K. മേദിനി എന്നിവരെ പിണറായി വിജയൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുധാ സുന്ദരരാമൻ, ഡോക്ടർ TN സീമ MP, KK ശൈലജ, MC ജോസഫൈൻ, VR ഭാസ്കരൻ, KJ തോമസ്, VN വാസവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എരുമേലി KSRTC ബസ് സ്റ്റാൻഡിൽ സ്ഥലപരിമിതി രൂക്ഷമായി. ശബരിമല തീർത്ഥാടന കാലത്തിന് മുൻപ് ബസ് സ്റ്റാൻഡിന്റെ സൌകര്യം വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. എരുമേലി KSRTC ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. വലിയമ്പലത്തിനോട് ചേർന്നുള്ള റോഡിന് സമീപം പരിമിതമായ സ്ഥലത്തു നിന്ന് സ്റ്റാൻഡ് മാറ്റണമെന്ന ആവശ്യം ദീർഘനാളായി ഉയരുന്നതാണ്. ബസ് സ്റ്റാൻഡിനുള്ളിൽ 4-5 ബസ്സുകളിൽ കൂടുതൽ പാർക്ക് ചെയ്യാൻ സാധിക്കില്ല. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഇടുങ്ങിയ പാലത്തിലൂടെയാണ്. ഈ പാലം തന്നെ ശോചനീയാവസ്ഥയിലുമാണ്. ശബരിമല തീർത്ഥാടന കാലമാകുമ്പോൾ 100 കണക്കിന് ബസ്സുകളാണ് സ്റ്റാൻഡിലെത്തുന്നത്. ബസ് സ്റ്റാൻഡിന് പുതിയ സ്ഥലം കണ്ടെത്തണമെന്ന വാഗ്ദാനം നടപ്പാക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല. ഇപ്പോഴത്തെ സ്റ്റാൻഡിന് പുറകിലുള്ള തോട് പുറമ്പോക്ക് കെട്ടിയെടുത്ത് കോൺക്രീറ്റ് ചെയ്താൽ ബസ് സ്റ്റാൻഡിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ പറഞ്ഞു. KSRTCക്ക് സ്ഥലപരിമിതി മൂലം അവർക്ക് സ്ഥലം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എരുമേലിയിലെ KSRTCയുടെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന തോടിന്റെ മുകൾഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഒരു 10-40 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളതുകൊണ്ട് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് എരുമേലി പരിസ്ഥിതി കോൺഗ്രസിന്റെ പേരിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം നഗരത്തിൽ തിരുനക്കര മൈതാനത്തിന് സമീപം നഗരസഭയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഈ ടോയ്ലറ്റ് ഉപയോഗശൂന്യമായി. ലക്ഷങ്ങൾ മുതൽ മുടക്കി ആധുനിക സൌകര്യങ്ങളോടെ പണിത ഈ ടോയ്ലറ്റ് ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ താവളമായിരിക്കുകയാണ്. കോട്ടയത്ത് ദിനം പ്രതിയെത്തുന്ന 10,000ങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൌകര്യം ഒരുക്കുന്നതിനാണ് നഗരസഭ മുൻകൈയെടുത്ത് ഈ ടോയ്ലറ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ മറ്റു സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഈ ടോയ്ലറ്റ് നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ തിരുനക്കര മൈതാനത്തിന് സമീപം മാത്രമാണ് ടോയ്ലറ്റ് നിർമ്മിച്ചത്. ഉദ്ഘാടനം കെങ്കേമമായി നടത്തിയെങ്കിലും പിന്നീട് അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയാതായി. ഇത് വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ നഗരസഭയ്ക്കായിട്ടില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. പട്ടണത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം ഈ ടോയ്ലറ്റ് സ്ഥാപിക്കും. ഈ ടോയ്ലറ്റ് സ്ഥാപിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചല്ല, സ്പോൺസർമാരെ കണ്ടെത്തി അവരെ കൊണ്ട് ഈ ടോയ്ലറ്റുകൾ പല പ്രദേശങ്ങളിലും സ്ഥാപിക്കും. അങ്ങനെ പട്ടണത്തിൽ വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പദ്ധതി തയ്യാറാക്കുമെന്ന് പറഞ്ഞു. ഈ കാലം അത്രയും ആകെ നമ്മുടെ തിരുനക്കര മൈതാനത്തിൻ്റെ പുറവശി SBTയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ഈ ടോയ്ലറ്റ് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ കഴിയില്ല, അത് തുറക്കാൻ പോലും പറ്റില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് സാമൂഹ്യ വിരുദ്ധരെ തല്ലി പൊളിച്ചു കളഞ്ഞ സ്ഥിതിയാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. പട്ടണത്തിൽ ഒരു ഭാഗത്തുമില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ലാതെ നഗരത്തിലെത്തുന്നവർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ നഗരസഭയുടെ അനാസ്ഥ പൊറുക്കാനാവുന്നതല്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏത്തവാഴ കൃഷിയിൽ 100 മേനി വിളയിച്ച കർഷകനാണ് ഇളംകുളം ഒട്ടയ്ക്കൽ മൂഴയിൽ സുകുമാരൻ നായർ. 30 വർഷമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സുകുമാരൻ നായർ കൃഷി ലാഭകരമെന്ന് തുറന്നു സമ്മതിക്കുന്നു. ഏറിയ പങ്ക് കർഷകരും കൃഷി നഷ്ടമെന്ന് പരിതപിക്കുമ്പോൾ ഏത്തവാഴ കൃഷിയിൽ 100 മേനി വിളവുമായി ഇളംകുളം ഒട്ടയ്ക്കൽ മൂഴയിൽ സുകുമാരൻ നായർ വ്യത്യസ്തനാവുകയാണ്. ബിസിനസ്സിനൊപ്പം കൃഷിക്കും ഇദ്ദേഹം തുല്യ പ്രാധാന്യം നൽകുന്നു. കർഷക കുടുംബത്തിൽ പിറന്ന സുകുമാരൻ നായർ കഴിഞ്ഞ 7 വർഷമായി ഒരേ സ്ഥലത്ത് തന്നെയാണ് ഏത്തവാഴ കൃഷി ചെയ്യുന്നത്. 15 സെന്റ് സ്ഥലത്ത് 100ഓളം വാഴ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും 100 മേനി വിളവും ലഭിക്കുന്നു. ഏത്തവാഴ കൃഷി എക്കാലവും ലാഭകരമെന്ന് സുകുമാരൻ നായർ പറയുന്നു. കൃഷിഭവന്റെ സഹായവും ലഭിക്കുന്നുണ്ട്. വളപ്രയോഗത്തിലുമുണ്ട് പ്രത്യേകത. ജൈവ വളത്തോടൊപ്പം 10% രാസവളവും ഇദ്ദേഹം ഉപയോഗിക്കുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടിയ വിലയാണ് ഇത്തവണ ലഭിച്ചത്. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വരവ് നിലച്ചതും സ്ഥിരം കർഷകർ ഏത്തവാഴ കൃഷിയിൽ നിന്ന് പിന്മാറിയതുമാണ് പെട്ടെന്നുള്ള വിലവർധനയ്ക്ക് കാരണമെന്ന് സുകുമാരൻ നായർ പറയുന്നു. ഇതിപ്പോൾ 7ാമത്തെ വർഷത്തെ കൃഷിയാണ്. തീർച്ചയായിട്ടും തന്നെ വാഴ വെച്ചുകൊണ്ട് പോവുക.
ഒരു ദിവസം ഒരു വർഷം പോലും ആദായങ്ങളിൽ കുറവ് വരുന്നില്ല, കൂടുതലല്ല കുറവ് വരുന്നില്ല. അത് ഈ വളത്തിൻ്റെ പ്രത്യേകതയിൽ വരുന്നതാണ്. കോഴിക്കാട്ടമൊക്കെ നല്ലപോലെ ചേർക്കുന്നുണ്ട്. കേടുവന്ന് പോകാതിരുന്ന യാതൊരു നഷ്ടവുമില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഒരു കൊലയ്ക്ക് ഒരു ശരാശരി 500 രൂപയുടെ മേളിലോട്ടേ ഉള്ളൂ. അത് 750 രൂപ വരെ കിട്ടുന്നുണ്ട് ഒരു കൊലയ്ക്ക്. പിന്നെ എങ്ങനെ നഷ്ടം വരുന്നത്? ഒരു 100 രൂപ കൂടിയ ചിലവ് വരുന്നില്ല. വാഴക്കുലയ്ക്ക് പുറമെ ചുണ്ട്, പിണ്ടി തുടങ്ങിയവയും വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. വർഷത്തിൽ 10 മാസവും ഇവയൊക്കെ വീട്ടാവശ്യത്തിന് പ്രയോജനപ്പെടുമെന്ന പ്രത്യേകതയുമുണ്ട്. ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്തതിനാൽ ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ടാണ് സുകുമാരൻ നായർ വിൽപ്പന നടത്തുന്നത്. ഓണക്കാലമായത് വില കൂടുതൽ ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. മല്ലപ്പള്ളിയിൽ 2 മോഷണം. ബിവറേജസ് കോർപ്പറേഷന്റെ മല്ലപ്പള്ളിയിലെ ഔട്ട്ലെറ്റിലും സമീപത്തെ മൊബൈൽ ഷോപ്പിലുമാണ് വെള്ളിയാഴ്ച രാത്രി മോഷണം നടന്നത്. മല്ലപ്പള്ളിയിൽ CI ഓഫീസിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലും സമീപത്തെ ചൈത്രം മൊബൈൽ വേഡിലും നടന്ന മോഷണത്തിൽ 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ പൂട്ട് തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന പണം കവരാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. മേശവലിപ്പിലെ 3000-ഓളം രൂപ മോഷണം പോയതായി കോർപ്പറേഷൻ ജീവനക്കാർ പറഞ്ഞു. ഔട്ട്ലെറ്റിനോട് ചേർന്ന 2 വീലർ വർക്ക്ഷോപ്പിന്റെ പൂട്ട് തകർത്ത് പണിയായുധങ്ങൾ മോഷ്ടിച്ചാണ് 2 കടകളുടെയും താഴുകൾ തകർത്തതെന്ന് സംശയിക്കുന്നു. ബിവറേജസ് കെട്ടിടത്തിന് മുകളിൽ താമസിക്കുന്ന ജീവനക്കാരൻ പ്രഭാത സവാരിക്കിറങ്ങുമ്പോഴാണ് ഔട്ട്ലെറ്റിന് മുന്നിലെ ട്യൂബുകൾ തകർത്ത നിലയിലും ഷട്ടറിന്റെ താഴുകൾ അറുത്ത നിലയിലും കണ്ടത്. മല്ലപ്പള്ളി പഞ്ചായത്ത് കെട്ടിടത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചൈത്രം മൊബൈൽ വേൾഡിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി. കീഴ്വായ്പൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. കോന്നിയിൽ നിന്ന് വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. കേരള വിശ്വകർമ്മ സഭ കാഞ്ഞിരപ്പള്ളി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഋഷി പഞ്ചമി മഹോത്സവ സ്വാഗത സംഘം രൂപീകരിച്ചു. പൊൻകുന്നം ഹിൽഡ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം വിശ്വകർമ്മ സഭ സംസ്ഥാന ഖജാൻജി KK ഹരി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KV അഭിലാഷ് അധ്യക്ഷനായിരുന്നു. MM മോഹനൻ, മഹാദേവൻ, സന്തോഷ് ഇടക്കുന്നം, KP മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. സപ്ലൈകോ ഓണം റംസാൻ വിപണിയിൽ അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പിന്നിൽ കോടികളുടെ അഴിമതിയെന്ന് സൂചന. സപ്ലൈകോ വിപണിയുടെ വിലക്കയറ്റവും സാധനങ്ങളുടെ ദൌർലഭ്യവും മൂലം പൊതുവിപണിയിൽ വില പിടിച്ചാൽ കിട്ടാത്ത നിലയിലായി. LDF ഭരണകാലത്ത് സപ്ലൈകോ വിപണിയിൽ 9 രൂപയായിരുന്ന അരിയുടെ വില ഇപ്പോൾ 21 രൂപയാണ്. സബ്സിഡി ഇല്ലാത്ത ജയ അരിക്ക് 30 രൂപയും മട്ട അരിക്ക് 36 രൂപ 80 പൈസയും പച്ചരിക്ക് 26 രൂപ 80 പൈസയുമാണ് സപ്ലൈകോയിലെ ഇപ്പോഴത്തെ വില. കാർഡ് ഒന്നിന് 10 കിലോ അരി മുൻപ് നൽകിയിരുന്നത് വെട്ടിക്കുറച്ച് 5 കിലോയാക്കി. പുഴുക്കലരിയും പച്ചരിയും 5 കിലോ വീതമാണ് ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസം 49 രൂപയായിരുന്ന ചെറുപയറിന് 55ഉം 26 രൂപ 50 പൈസയായിരുന്ന വൻപയറിന് 35 രൂപയും 45 രൂപയായിരുന്ന മുളകിന് 55 രൂപയുമായി. ജീരകം, ഉലുവ, പീസ്പരിപ്പ്, കടുക് എന്നിവയുടെ സബ്സിഡി 7 മാസം മുൻപ് എടുത്തു കളഞ്ഞിരുന്നു. ഉഴുന്ന്, മല്ലി എന്നിവയുടെ വിലയിലും വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിച്ചതോടെ പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. സംസ്ഥാനത്തെ 34 സപ്ലൈകോ ഡിപ്പോകളിൽ നിന്നും ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് മാനേജർമാർ ഓൺലൈൻ വഴി ചെയർമാന് എത്തിക്കുകയാണ് പതിവ്. ഡയറക്ടർ ബോർഡിനെയും സബ് കമ്മിറ്റിയെയും മറികടന്ന് ചെയർമാൻ നേരിട്ട് തീരുമാനം എടുക്കുന്ന സ്ഥിതി ഇതുമൂലം സംജാതമായി. അധികാരം ചെയർമാനിൽ മാത്രമായി ഒതുങ്ങിയതോടെ സാധനങ്ങൾ വാങ്ങുന്നതിലെ സുതാര്യത നഷ്ടമായി. ഉഴുന്നുപരിപ്പിന്റെ ഗുണപരിശോധനയിൽ വീഴ്ച വരുത്തിയ ക്വാളിറ്റി കൺട്രോളർക്ക് സ്ഥാനക്കയറ്റം നൽകി സപ്ലൈകോയിൽ നിയമനം നൽകിയത് ക്രമക്കേടുകൾക്ക് പിന്തുണ നൽകാനാണെന്ന് ആരോപണം ഉയർന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്. എരുമേലിയിൽ വൻ കഞ്ചാവ് വേട്ട. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന റെയ്ഡിൽ 1 ലക്ഷം രൂപയിലധികം വില വരുന്ന കഞ്ചാവുമായി എരുമേലി സ്വദേശിയായ യുവാവ് പിടിയിലായി. ഉഴക്കനാട് റഫീഖിനെയാണ് പൊൻകുന്നം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. എരുമേലിയിലും പരിസര പ്രദേശങ്ങളിലും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന യുവാവ് പൊൻകുന്നം എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ പിടിയിലായി. എരുമേലി ഉഴുക്കനാട് പനിച്ചിയിൽ റഷീഖിനെയാണ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 1 ലക്ഷത്തിലധികം രൂപ വില വരുന്ന 2 കിലോ 200 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. എരുമേലിയിലും പരിസര പ്രദേശങ്ങളിലും ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയതെന്ന് എക്സൈസ് ഓഫീസർ സേവ്യർ പറഞ്ഞു. എരുമേലി ഒഴുക്കനാട് എന്ന സ്ഥലത്ത് റാഷിക്ക് എന്നൊരു വ്യക്തി വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഇൻഫർമേഷൻ ലഭിച്ചതിന് അടിസ്ഥാനത്തിൽ റാഷിക്കിൻ്റെ വീട് ഞങ്ങൾ സെർച്ച് ചെയ്യുകയും വീട്ടിൽ നിന്ന് 2 കിലോ
കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു. എരുമേലിയും പരിസര പ്രദേശങ്ങളിലുള്ള യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമാണ് ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തുന്നത്. ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്ന കഞ്ചാവാണ് ഇന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. സിവിൽ ഓഫീസർമാരായ ഷിനോ, രമേശ്, വികാസ്, സന്തോഷ്, ബിനോയ്, അജികുമാർ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കുട്ടികളോടുള്ള ക്രൂരതകൾക്കെതിരായ സന്ദേശവുമായി ദർശന സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച മെഗാ ക്യാൻവാസ് ശ്രദ്ധേയമായി. ക്യാൻവാസിൽ പ്രായഭേദ്യമന്യേ നിരവധി പേർ തങ്ങളുടെ ആശയം വരച്ചു ചേർത്തു. 20ാമത് അഖില കേരള ശങ്കേഴ്സ് ചിത്രരചനാ മത്സരത്തോടനുബന്ധിച്ചാണ് ഈ വേറിട്ട പരിപാടി നടത്തിയത്. അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരപീഡനങ്ങൾക്ക് വിധേയനായ ഷഫീഖിന്റെ ദുരവസ്ഥ കേരളത്തിലെ പിഞ്ചോമനകൾക്ക് ഉണ്ടാവരുതെന്ന പ്രാർത്ഥനയോടെയാണ് ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വേറിട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. 20ാമത് അഖില കേരള ശങ്കേഴ്സ് ചിത്രരചനാ മത്സരത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. മത, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളായതോടെ ക്യാൻവാസ് സമ്പന്നമായി. ബാലപീഡനത്തിനെതിരെ ജനങ്ങളുടെ ആശയങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ കോട്ടയംകാർക്ക് വേറിട്ട ഒരു അനുഭവമായി. മാനുഷാദ എന്ന് പേരിട്ട വേറിട്ട ഈ അവബോധന പരിപാടിയിൽ പ്രായഭേദമന്യേ നിരവധി ആളുകൾ അഭിപ്രായം പങ്കുവയ്ക്കാനെത്തി. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കാനായി കുഞ്ഞിരാമൻ, ഡോക്ടർ ജെ പ്രമീളാദേവി എന്നിവരും പരിപാടിക്ക് പിന്തുണ അർപ്പിച്ചെത്തിയിരുന്നു. ദർശന സാംസ്കാരിക വേദിയുടെ ഈ പരിപാടി കുട്ടികൾക്കും ആർജവമായി. കുട്ടികൾക്കെതിരെ ഉയർന്നുവരുന്ന ക്രൂരപീഡനങ്ങൾ അവസാനിപ്പിക്കാൻ ഇത്തരം പരിപാടികളോടെ സാധിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പ്രശ്നോത്തരി നടന്നു. ബാലഗോകുലം സംസ്ഥാന നിർവാഹക സമിതി അംഗം കടമ്പനിട്ട പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയകാവ് ദേവസ്വം പ്രസിഡന്റ് ആർ സുകുമാരൻ നായർ രാമായണ മാസാചരണ സമാപന സന്ദേശം നൽകി. നിരവധി സ്ത്രീകളും കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു സംസ്കൃത കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞ അവസാന കാര്യം നമുക്ക് മനസ്സിലാകും. രത്നാകരൻ വാൽമീകിയുടെ പൂർവ്വനാമം. ആ രത്നാകരൻ എന്ന വേടജന്മമായ ആ രത്നാകരൻ എങ്ങനെ സംസ്കൃതം പഠിക്കും, ആ കാര്യം മാത്രം നമുക്ക് എളുപ്പം മനസ്സിലാകും. കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ രാമായണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയത് കൊണ്ട് രാമായണത്തെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ വളരെയധികം ഉന്നതമായ രീതിയിൽ നമ്മളിൽ ഉണ്ട്. ആ കാരണത്താൽ സംസ്കൃതം എന്തൊക്കെ സംസ്കൃതത്തെക്കുറിച്ച് ഇതിയാന്നുള്ള കുറച്ചു നേരം പറഞ്ഞു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. വിശ്വ ഹിന്ദു പരിഷത്ത് ഇളങ്കുളം സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണം നടന്നു. ഇളങ്കുളം 274 നമ്പർ NSS കരയോഗം ഹാളിൽ നടന്ന പരിപാടിയോടനുബന്ധിച്ച് രാമായണ പാരായണ മത്സരം, സഹസ്രനാമജപം, പുഷ്പാഭിഷേകം, അഖണ്ഡ രാമായണ പാരായണം എന്നിവയും നടന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി MN രാധാകൃഷ്ണൻ, KT ശശി, ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സന്തുഷ്ടനായി കർണശൂലഹം ഗുരുവചനം സമാകർണൂവരൻ വീടിതു ഭൂമിയിൽ മുച്ചേർ വിലപിച്ചതേറ്റവും ലക്ഷ്മണനോടും ധനീജനങ്ങളും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് കോട്ടയം ജില്ലയിൽ നിന്ന് LDF പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക്. വഴിയിൽ തടഞ്ഞാൽ അവിടെ സമരം തുടങ്ങുമെന്ന് VN വാസവൻ. 5000 CPM പ്രവർത്തകർ യാത്ര തിരിച്ചു. കേന്ദ്രസേനയെ ഇറക്കി സെക്രട്ടേറിയറ്റ് ഉപരോധം തകർക്കാമെന്ന് ഉമ്മൻചാണ്ടി വ്യാമോഹിക്കേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഉപരോധം സമാധാനപരമായിരിക്കും. സോളാർ കേസിൽ 1-ാം പ്രതി മുഖ്യമന്ത്രിയെന്നും പിണറായി വിജയൻ. എരുമേലി KSRTC സ്റ്റാൻഡിന് മതിയായ സ്ഥലമില്ല. മണ്ഡലകാലത്ത് 100 കണക്കിന് വാഹനങ്ങൾ എത്തും. സ്റ്റാൻഡ് വികസിപ്പിക്കണമെന്ന് ആവശ്യം.
കോട്ടയം നഗരസഭയുടെ ഇ ടോയ്ലറ്റ് പദ്ധതി നടപ്പായില്ല. തിരുനക്കരയിലെ ഏക ഇ ടോയ്ലറ്റും പ്രവർത്തനരഹിതം. ലക്ഷങ്ങളുടെ നഷ്ടം. വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9:00. നമസ്കാരം.